കോഴിക്കോടായാലും ഇവിടെ ആയാലും കൊല്ലത്തായാലും കലാകാരന്മാരും പത്രക്കാരുമാണ് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് സാറിനെ കിട്ടിയത്. അപ്പോൾ എന്തായാലും സാറിന് വേറൊരു പ്രോഗ്രാമുണ്ട്. ദിലീപ് സാറിൻ്റെ ക്ലാസ് വളരെ കോൺഫെഡറേഷൻ ഓഫ് പ്രസിഡൻസ് അസോസിയേഷൻ കോൺഫ്ര കേരള, അതിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ശ്രീ ശശിധരൻ നായർ ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് എന്നെ ഫോണിലൂടെ വിളിച്ച് പരിപാടി ഒന്ന് ബുക്ക് ചെയ്യുന്നത്. ഞാൻ അന്ന് കോട്ടയത്തോ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കഥാപ്രസംഗം കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു. മറ്റു രീതിയിലൊക്കെ തന്നെ അവരുടെ കൈകളിൽ കിട്ടുകയും അവരതിന് അഡിക്റ്റാവുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അവന്റെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അവരൊക്കെ ഈ മദ്യം കൊണ്ടുവന്ന് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഉദ്യോഗസ്ഥരായിരിക്കും. എന്റെ മോൻ പഠിക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കാർമൽ സ്കൂളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ലയോളയിലായിരിക്കാം. അവനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ള ഫീസിനുള്ള പൈസ കൊടുക്കുന്നു, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്ത വേണം. നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്യുന്നു, ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു. ഇപ്പൊ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. എല്ലാ കുട്ടികളേലും എന്റെ ഇളയ മകന്റെ കുട്ടികൾ 2 ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ട്വിൻസാണ്, ഇരട്ട വിട്ടതാണ് രണ്ടും. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെ കയ്യിലും 2